ഞാൻ എൻ്റെ ഒരു സെറ്റ് സാരി കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു കുർത്തി ഞാൻ തുന്നെടുത്തിട്ടോ. അപ്പോൾ അതിൽ ഞാനൊരു കണിക്കൊന്നര ഒരു ഫാബ്രിക് പെയിൻറ്റ് നമ്മൾ ചെയ്ത് കൊടുത്തു. എല്ലാവർക്കും വരയ്ക്കാൻ അറിയാത്തവർക്കും ഇത് ചെയ്യാൻ പറ്റും. ഫാബ്രിക് പെയിൻറ്റിൻ്റെ സിമ്പിൾ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ സിമ്പിളായിട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിലാണ് നമ്മളിത് എല്ലാം ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അത് ഉണങ്ങിയതിന് ശേഷം ഞാൻ ഇത് കട്ട് ചെയ്ത് വെച്ചു, ലൈനിങ് ചേർത്ത് വെച്ചിട്ട് നല്ല പുറത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല പുറത്ത് വെച്ചിരിക്കുന്നത് ഈ ഡിസൈൻ എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കറക്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ചീത്ത പുറത്തിട്ട് ചെയ്യണം, നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഇനി ഷോൾഡറൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഷോൾഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കോളർ എടുക്കുമ്പോൾ ഇതൊരു കോളറാണല്ലോ. അപ്പോൾ നമ്മുടെ ഫുൾ ഷോൾഡറിൻ്റെ പകുതി ഹാഫ് ഷോൾഡർ 14 ഇഞ്ചാണ്. അപ്പോൾ 7 ഇഞ്ച് തന്നെ നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഈ കോളർ കുർത്തികളുടെ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട് പാർട്ടിലാണ് ഞാനിത് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പഴയ ഇതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്, പഴയ കുർത്തി ആയതുകൊണ്ട്, പഴയ ഒരു സാരി ആയതുകൊണ്ട് കേട്ടോ. പിന്നെ 2.5 ഇഞ്ച്, ഞാൻ 2.5 കഴിഞ്ഞ ഒരു പോയിൻ്റാണ് ഞാൻ നെക്കിൻ്റെ വൈഡ് കൊടുത്തിരിക്കുന്നത്. അധികം കൊടുക്കരുത് നമ്മൾ, കാരണം കറക്റ്റ് കോളർ കഴുത്തിൽ ഇങ്ങനെ നിൽക്കില്ല. ഒരു 3 ഇഞ്ച് ലെങ്ത്തും കൊടുത്തു, നെക്കിൻ്റെ ലെങ്ത്ത് ഫ്രണ്ടിലേക്ക് മാത്രം കേട്ടോ. ബാക്കിൽ നമ്മൾ വേറെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ, വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിലത്തെയാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ഇത് കണ്ടില്ലേ. പിന്നെ അതിന് ശേഷം ഞാനിപ്പോൾ വരച്ച് വെച്ചിരിക്കുന്നത് ഒരു 3/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടാണ് ഞാനിത് വരച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അതാണ് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതാണ്. 3/4 ഇഞ്ച് നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മുടെ 7 ഇഞ്ചാണ് നമ്മുടെ ഷോൾഡർ വന്നിരിക്കുന്നത്. അതിൽ 6.25 ഇഞ്ച് ആം ഹോൾ എടുത്തിട്ടുണ്ട് കേട്ടോ, 4 ഇഞ്ച് കുറച്ചിട്ട് അങ്ങനെ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ 3/4 ഇഞ്ചിന് ശേഷം വരച്ചു കൊടുത്തിട്ട് ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിവിടെ കട്ട് ചെയ്യുമ്പോൾ ഞാനിതിൻ്റെ സ്ലീവ്ലെസ് ആണല്ലോ, അപ്പോൾ നമ്മൾ കുഴിച്ചൊന്നും കട്ട് ചെയ്യില്ല കേട്ടോ. ഇതുപോലെ തന്നെ 2.5 ഇഞ്ച് ബാക്കിലേക്ക് വൈഡ് തന്നെ കൊടുത്തു, 2.5 ഇഞ്ചിനേക്കാൾ ഒരു പോയിൻറ്റ് കൂടുതൽ കേട്ടോ വൈഡ് കൊടുത്തിരിക്കുകയാണ്. അവിടെ നിന്ന് ലെങ്ത്ത് ഞാൻ 1 ഇഞ്ച്, നമ്മൾ ഇതിനൊക്കെ ഇങ്ങനത്തെ കുർത്തികൾക്കൊക്കെ നമ്മൾ കോളർ ചെയ്യുമ്പോഴൊക്കെ 1 ഇഞ്ചൊക്കെ കൊടുത്താൽ മതി, അല്ലെങ്കിൽ 3/4 ഇഞ്ച് അങ്ങനെയൊക്കെ കൊടുത്താൽ മതി. എന്നിട്ടൊരു ഷേപ്പ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഫ്രണ്ടിലും ഒരു റൗണ്ടിൻ്റെ ഒരു സാധാരണ ഒരു റൗണ്ട് ഷേപ്പ് തന്നെ കൊടുക്കുക. അത് മതിയാവും നമുക്ക്. ആ കോളർ ഒന്ന് വളഞ്ഞ് വരുമ്പോൾ കറക്റ്റ് ആയിക്കോളൂ കേട്ടോ, ഈ ഒരു ഷേപ്പ് വന്നോളും. അപ്പോൾ നമ്മളിത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മളിത് വരച്ചെടുക്കുക കേട്ടോ, കട്ട് ചെയ്തെടുക്കണം. കണ്ടില്ലേ, അത് ശ്രദ്ധിച്ച് നമ്മൾ കട്ട് ചെയ്യുക, ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്യുക. ഇതൊക്കെ ഞാനിത് ഇതിന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത് കുറച്ച് വീഡിയോസ് എല്ലാം കോളറിന് ചെയ്തിരിക്കുന്നത്. ഇത്തിരി സ്പീഡിൽ പോകുന്നുണ്ട്. അപ്പോൾ ആ കോളറിൻ്റെ എല്ലാ കാര്യങ്ങളും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതിൽ സംശയമുള്ള കാര്യങ്ങൾ ഈ അടുത്ത വീഡിയോസാണ് കേട്ടോ. എൻ്റെ കഴിഞ്ഞ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടാൽ മതി നിങ്ങൾ കേട്ടോ. അപ്പോൾ ഇതിൽ സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങളെ കൂടുതലായിട്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞ് ഇങ്ങനെ ബോറടിപ്പിക്കില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ എൻ്റെ ഷോൾഡർ സ്ലോപ്പൊക്കെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ആം ഹോളൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്യാമെന്ന്, അല്ലെങ്കിൽ ഞാൻ മുമ്പത്തെ വീഡിയോസിലുണ്ട് കേട്ടോ, ഒന്ന് കാണണം. അപ്പോൾ ബാക്ക് ഓപ്പൺ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്ക് ഓപ്പൺ ചെയ്താലേ നമുക്ക് കഴുത്ത് കിടക്കുള്ളൂ, നമുക്ക് തല കിടക്കുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു ഡ്രോപ്പ് പോലത്തെ ഒരു ഷേപ്പ് ഇല്ലേ, അങ്ങനത്തെ ഒരു ഷേപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്യാൻവാസിൻ്റെ ഇതുപോലത്തെ പേപ്പർ എടുത്തു കേട്ടോ, 2ആയിട്ട് മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മളൊരു ഷേപ്പ് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് നമ്മളിതുപോലെ ഒരു സീം അലവൻസ് ഇട്ട് കേട്ടോ, 1/2 ഇഞ്ച് മതിയാവും. അതിന് നമ്മൾ ഒരു 5 ഇഞ്ച് ലെങ്ത്ത് കൊടുക്കുക കേട്ടോ. നമുക്കവിടെ ഓപ്പൺ ചെയ്യാനുള്ളത് 5 ഇഞ്ച് ലെങ്ത്ത് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ എടുക്കുക, 5 ഇഞ്ചിൻ്റെ സെൻറ്റർ. അപ്പോൾ അതെടുത്തിട്ട് അവിടെ നിന്ന് ഒരു 1.25 ഇഞ്ച് ഇതുപോലെ വൈഡ് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ ഒരു ഷേപ്പ്. ഇനി പുറത്തേക്ക് ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 3/4 ഇഞ്ചോ ഇട്ടിട്ട്, ഞാനിപ്പോൾ ഒരു 3/4 ഇഞ്ച് ഇട്ടിട്ടുണ്ട്, ഒരു 1/2 ഇഞ്ച് മതിയാവും. ഞാനിപ്പോൾ 3 ലക്ഷം കൂടുതലെടുത്താണ്, പക്ഷേ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞോട്ടെ അതിന് ശേഷം. അപ്പോൾ 3/4 ഇഞ്ച് വേണ്ട, 1/2 ഇഞ്ചിന് ഇതുപോലൊരു ഷേപ്പ് കിട്ടി. അപ്പോൾ കണ്ടില്ലേ, നമ്മളിത് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഒരു വെറൈറ്റി നെക്കുകളാണല്ലോ. ഞാനിപ്പോൾ എല്ലാം കോളർ തന്നെയാണ് ചെയ്യുന്നത് കുറച്ച് നാളുകളായിട്ട്. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിക്കോട്ടെ വെച്ചിട്ടാണ് കേട്ടോ ഈ ചാനൽ കണ്ട് മനസ്സിലായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അതൊരു സന്തോഷം നമുക്ക് അങ്ങനെ പറയുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് സെപ്പറേറ്റ് ചെയ്യണ്ട. ഇപ്പോൾ നമുക്ക് നെക്കിൽ വെച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്യരുത്. ഞാൻ ആ മോൾ ഭാഗം നെക്കിൻ്റെ ഭാഗത്ത് വയ്ക്കുന്ന ഭാഗം ഞാനൊരു അടയാളം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തുണിയിൽ ഞാൻ പൊതിഞ്ഞു കൊണ്ടുവന്നു കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി നമുക്ക് ഇനി ആ ഒരു നെക്കിൽ വെച്ച് കൊടുക്കണ്ടേ. അപ്പോൾ സെൻറ്റർ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ തുണിയിൽ നമ്മൾ ബാക്കിൻ്റെ സെൻറ്ററും അതുപോലെ ഇതിൻ്റെ സെൻറ്ററും ഒരുമിച്ച് വയ്ക്കുക. അതായത് നല്ല പുറത്താണ് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ നല്ല പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. കണ്ടില്ലേ ഞാൻ പറഞ്ഞല്ലോ, സെൻറ്റർ ചേർത്ത് വെച്ച് നല്ല പുറത്ത് വെച്ചിട്ട് ആ ഒരു ക്യാൻവാസിനോട് അരികെ ചേർന്ന് അടിച്ചു വരിക കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തോടെ അടിച്ചു വന്ന് നമുക്ക് ആ ഒരു ഭാഗം കിട്ടേണ്ടതാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ തയ്ച്ചു കൊടുക്കുക. കണ്ടോ, നമ്മൾ തയ്ച്ചിട്ട് ക്യാൻവാസ് മറച്ചിടാൻ അറിയാമല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു 4 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് അവിടെ നിന്ന് കണ്ടില്ലേ, ഒരു 4 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു ഭാഗം. എന്നിട്ട് നമുക്ക് തിരിച്ചിടണമല്ലോ ചീത്ത പുറത്തേക്ക്. ഇതൊക്കെ ബാക്കിലാണ് കേട്ടോ ചെയ്യണത്. ഞാൻ വീണ്ടും പറയാമോ, നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്.
അപ്പോൾ ഇതുപോലെ എന്നിട്ട് ആ ഒരു കാലിഞ്ചിൽ ചെറിയ ചെറിയ കട്ട്സ് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ട് മറിഞ്ഞു പോകാനായിട്ട്. പിന്നെ ആ ഒരു നമ്മുടെ ആ ഒരു വി ഷേപ്പിൻ്റെ ആ ഭാഗത്തും ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് മറിഞ്ഞു പോകാനായിട്ടേ, നന്നായിട്ട് മറിഞ്ഞ ആ ഒരു ഷേപ്പ് നമുക്ക് വരാൻ വേണ്ടിയിട്ട് ആണ് നമ്മളത് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്താൽ മതി. ആ മുകളിൽ കുറച്ച് ഭാഗം ഇങ്ങനെ നിൽക്കില്ലേ, ഞാനിവിടെ ഒരു കട്ട് കൊടുക്കാൻ വിട്ടുപോയിട്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞു എന്നുള്ളൂ, മറന്നുപോയി. അത് ഇതുപോലെ ഒന്ന് തിരിച്ച് നമ്മൾ ഇടുക കേട്ടോ. അപ്പോൾ നല്ലൊരു ഷേപ്പിൽ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഷേപ്പിൽ വരുമ്പോൾ മുകളിൽ നമ്മൾ ആ ഒരു ഭാഗം എക്സ്ട്രാ വരുമല്ലോ, അത് നമ്മൾ കട്ട് ചെയ്ത് കളയാം. അത് എക്സ്ട്രാ വരണതാണ്. അത് എക്സ്ട്രാ കളഞ്ഞ് നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഭാഗം അവിടെ കറക്റ്റാക്കിയിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തോ നിങ്ങൾ, ഇങ്ങനെ കൊടുത്തെടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ഷേപ്പ്, നമുക്കൊരു ഡ്രോപ്പിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ ഇതുപോലെ വന്നു കേട്ടോ. ഇനി നമ്മൾ ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ആക്കുക. ഞാനത് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോളറിൻ്റെ പണികൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഷോൾഡറുകൾ യോജിപ്പിക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, 2 ഷോൾഡറും ഒരുപോലെ വെച്ച് ഒരു അരയിഞ്ചിൽ 2 തയ്യൽ കൊടുക്കുക കേട്ടോ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത്, അല്ലെങ്കിൽ ഇത് അഴിഞ്ഞു വരും. ഇനി ഇത് ഇതുപോലെ 2ആയിട്ട് ഇതുപോലെ കുർത്തി ഇതുപോലെ 4ആയിട്ട് മടക്കി വെക്കില്ലേ. മടക്കി വെച്ചിട്ട് ഞാൻ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്. നമുക്ക് ഇവിടെ സ്ലീവിന് ഞാൻ കൊടുക്കേണ്ടത് വേറെ തരത്തിലൊരു സ്ലീവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഷോൾഡർ കൊടുത്തിട്ട് ബാക്കി ഷോൾഡർ സ്ട്രിപ്പ് ഉണ്ടാവുമല്ലോ, ആ സ്ട്രിപ്പിൻ്റെ പകുതി എടുക്കുക. കണ്ടില്ലേ, ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ പകുതി പകുതി വയ്ക്കുക, ആ പകുതി എടുക്കുക കേട്ടോ. ഇനി അവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാനാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഷേപ്പിൽ, അതായത് നമ്മുടെ ചെസ്റ്റ് സൈസ് ഇപ്പോൾ 32 ചെസ്റ്റിന് 8 വരിക, ആ 8ലേക്ക് ഇതുപോലെ ആ ഒരു ഭാഗത്തുനിന്ന് ഞാൻ പറയുമ്പോൾ മനസ്സിലാവുമല്ലോ, ഒന്ന് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇപ്പം ഇത്രയും മനസ്സിലായല്ലോ. ഞാൻ അവിടെ ആം ഹോളിൻ്റെ ആ ഒരു ലൈൻ ഞാൻ വരച്ചിട്ടു കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ആം ഹോളിൻ്റെ ലൈൻ ഞാൻ വരച്ചിട്ടു, കണ്ടില്ലേ, ഇതുപോലെ ചെരിച്ചും വരച്ചിട്ടു കേട്ടോ. ഇനി നമുക്കുള്ളത് നമ്മുടെ ആ ഒരു ആം ഹോളിൻ്റെ ലൈനും ഈ ചെരിഞ്ഞ ലൈനും കണക്ട് ചെയ്യണ ഒരു പോയിൻ്റില്ല, സെൻറ്റർ പോയിൻ്റ്, ആ പോയിന്റിൽ നിന്ന് ഒരു 3/4 ഇഞ്ച് ഈ ഒരു ഭാഗത്തേക്ക് വരയ്ക്കാം. നമുക്കൊരു ഷേപ്പ് കിട്ടാനാണ് കേട്ടോ. ആ ഒരു ഭാഗത്ത് ആ ഒരു ആം ഹോളിൻ്റെ ഷേപ്പിൽ നമ്മൾ ആ ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക. മുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. ഞാൻ പറയുന്നതിലേറെ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സ്കിപ്പ് ചെയ്താൽ മനസ്സിലാവില്ല. വളരെ സിമ്പിളാണ്. അപ്പോൾ അളവ് മനസ്സിലായല്ലോ. ഇതുപോലെ നമ്മൾ വരച്ചെടുക്കുകയാണ്. അത് സ്ലീവ്ലെസ് ആണല്ലോ. എന്നിട്ട് നമ്മൾ അവിടെ ഒരു ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യണം കേട്ടോ. അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, അതൊക്കെ അറിയുണ്ടാവുമായിരിക്കും. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് ഞാനത് പറയാത്ത കേട്ടോ. പക്ഷേ ഈ കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തരണത് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഷോൾഡറോട് നമ്മൾ യോജിപ്പിച്ച് ഇതുപോലെ വരും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കോളറിൻ്റെ ഭാഗം എടുക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും പറഞ്ഞു ഇതിൻ്റെ നടുമടക്കിയിട്ട് ഫ്രണ്ടും ബാക്കും ഒരുപോലെ വെച്ച് സെൻറ്റർ പോയിൻറ്റുകൾ ഒരുപോലെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇത് ബാക്ക് പാർട്ടാണ്. പിന്നെ നമ്മൾ സെൻറ്ററും ഷോൾഡറിൻ്റെ ഭാഗം ഒരുമിച്ച് വെച്ച് ഇനി അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തു അങ്ങോട്ട് ഇങ്ങോട്ട് മാറാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യും, അപ്പോൾ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനിത് ഇതുപോലെ ഒന്ന് അളന്ന് കൊടുക്കുക. സാവധാനം അളന്നെടുത്താൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ അളന്നെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നിർത്തിയിട്ടിട്ട് ചെയ്യരുത്. ഇതുപോലെ 2ആയി മടക്കിയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് വരിക കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടും. ചെയ്യേണ്ട 8 കഴിഞ്ഞിട്ട് ഒരു 2 പോയിൻ്റ് ഉണ്ട് കേട്ടോ. 2 പോയിൻ്റാണ് എനിക്ക് കൂടുതൽ വന്നിരിക്കുന്നത്. അതടക്കം നമ്മൾ കോളറിന് വേണം കേട്ടോ. 8 കഴിഞ്ഞ് 2 പോയിൻ്റ്. നമുക്കിനി കോളർ ക്യാൻവാസിൽ എടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഒരു ക്യാൻവാസ് ഇങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ സെൻറ്റർ മടക്കി വയ്ക്കുക. ഈ ഒരു ഇതിൽ ആണ് നമ്മൾ ചെയ്യണത്, കണ്ടില്ലേ. ഇനി ഇതിൻ്റെ ഫോൾഡർ സൈഡ് മനസ്സിലായല്ലോ. അപ്പോൾ അതിൻ്റെ വീതി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മളിതിന് എടുക്കേണ്ട വീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3.5 ഇഞ്ചോ അല്ലെങ്കിൽ 4 ഇഞ്ചോ എടുക്കാം കേട്ടോ. ഞാൻ ഇതിൽ 3.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഒരു 8 ഇഞ്ച് ലെങ്ത്ത് മതി കേട്ടോ ഇതിന്. ഒരു 8 ഇഞ്ച് ലെങ്ത്തോ അല്ലെങ്കിൽ 9 ഇഞ്ച് ലെങ്ത്തോ എടുക്കാം. ഞാനിപ്പോൾ ഇതിൽ 8 ഇഞ്ച് എടുത്തു എന്ന് മാത്രം. 9 ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല, ഞാൻ കറക്റ്റ് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഒരു 8 ഇഞ്ച് എടുത്തു കണ്ടോ. ആ ഒരു 8 ഇഞ്ച് എടുത്ത് കൊടുത്തുനിന്ന് ഒരു 3.5 ഇഞ്ച് ഹൈറ്റിൽ നമ്മൾ അടയാളപ്പെടുത്താം കേട്ടോ. ഇതുപോലെ നമ്മളൊന്ന് അടയാളപ്പെടുത്തിയെടുക്കുക. മനസ്സിലായല്ലോ. അടയാളപ്പെടുത്തിയെടുത്തിട്ട് ഇവിടെ 8 ഇഞ്ചില്ലേ, അപ്പോൾ 8 ഇഞ്ച് ലെങ്ത്തും ആ ഒരു ഭാഗത്തു നിന്ന് 3.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി വെച്ചു. ഇനി നമ്മൾ ഈ ഒരു കോർണറിൽ നമ്മുടെ ഫോൾഡഡ് സൈഡ്, ആ ഫോൾഡഡ് സൈഡിൽ നിന്ന് നമ്മളിത് ഇതുപോലെ ചെരിച്ച് നമ്മളിത് ഇങ്ങനെ കൊണ്ടുപോകാം. ഈ ഷേപ്പ് മനസ്സിലായല്ലോ, നമ്മുടെ ആ കോളറിൻ്റെ ആ ഒരു ഷേപ്പ് മനസ്സിലായില്ലേ. അപ്പോൾ ആ ഒരു ഷേപ്പിലേക്ക് നമ്മൾ കൊണ്ടുപോകാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അളന്നെടുക്കാനേ ഉള്ളൂ. ഇപ്പോൾ ഇതുപോലെ വന്നു. ഇനി നമ്മുടെ അളവെന്ന് പറഞ്ഞാൽ ഒരു 8 കഴിഞ്ഞിട്ട്, അതായത് ഒരു 2 പോയിൻ്റ് കേട്ടോ, അങ്ങനെയാണ് നമ്മൾ നോക്കണത്. അപ്പോൾ ഞാൻ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണ്, കണ്ടോ. 8 കഴിഞ്ഞിട്ട് നമ്മൾ 2 പോയിൻ്റ് എടുത്തിട്ട് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. നമ്മുടെ കറക്റ്റ് നമുക്ക് അതാണ് വരണത്, കണ്ടില്ലേ. ഇതുപോലെ വയ്ക്കുക. ഇനി നമുക്ക് 1 ഇഞ്ചാണ് നമ്മൾ കോളർ കേട്ടോ. അപ്പോൾ നമ്മുടെ കോളർ എന്ന് പറഞ്ഞാൽ 1 ഇഞ്ച്. നമ്മളൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് കോളർ 3/4 ഇഞ്ച് വെക്കാം. ഞാനിപ്പോൾ 1 ഇഞ്ചാണ് എടുക്കണത്. പുറത്തേക്ക് 1 ഇഞ്ച് തള്ളി വരയ്ക്കാം. ഈ ഒരു ഭാഗത്തേക്ക് കേട്ടോ. നമുക്ക് ആ ഒരു കോളറിൻ്റെ ആ ഒരു സൈസ് കറക്റ്റ് ആവണ്ടേ. അപ്പോൾ ഈ അറ്റം വരെ നമ്മളൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ.
എന്നിട്ട് ആ ലൈനൊന്ന് കണക്ട് ചെയ്ത് കൊണ്ടുപോവാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത്രയും. ഇത് വളരെ സിമ്പിളാണ് ഈ കോളർ. നമ്മൾ വിചാരിക്കണ ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഇത് കൂടുതലാണെങ്കിൽ നമ്മളിപ്പോൾ എല്ലാം ചെയ്ത് വരുമ്പോൾ കൂടുതലാണെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് കളയാം, അങ്ങനെയൊക്കെ ചെയ്യട്ടത്. അപ്പോൾ അതാ എനിക്ക് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതുപോലെ വരും. അപ്പോൾ നമ്മൾ അവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ആ 8ൻ്റെ ആ ഭാഗത്ത്. ഇനി ആ ഒരു കോർണറിൽ ഈ കാണുന്ന ഭാഗത്തൊന്ന് ചെരിച്ചു കൊടുക്കുക. കാരണം നമുക്ക് അവിടെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ? ഇതുപോലൊരു ഷേപ്പ് നമ്മൾ വരച്ചു കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ ആ ഒരു ഭാഗത്തോടെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഈ കോളർ എങ്ങനെയാണ് ഇതിൽ തുണിയിൽ വെക്കണത്, ഇതുപോലെ തുണിയുടെ ചീത്ത പുറത്തിട്ടിട്ട് ഞാൻ ഇതുപോലെ ഒട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് മനസ്സിലായില്ലെങ്കിൽ അത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലത്തെ ഒരു തുണി തന്നെ നമ്മളെടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അത്രയും വീതിയുള്ളൊരു തുണി തന്നെ നമ്മൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കണ്ടില്ലേ, ഈ തുണിയുടെ നല്ല പുറം, ഇതിനിപ്പോൾ പ്രത്യേകിച്ച് നല്ല പുറം ചീത്ത പറയാൻ പറന്ന് പറയാനില്ല. അപ്പോൾ നല്ല പുറം ഒരുമിച്ച് വയ്ക്കുക കേട്ടോ. ഒരുമിച്ച് വെച്ചിട്ട് ഇതിപ്പോൾ ക്യാൻവാസ് ഒട്ടിച്ച് കൊണ്ടുവന്നാൽ നമുക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് നിങ്ങൾ അറിയില്ലെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോ നോക്കിയോളൂ കേട്ടോ. അപ്പോൾ അതിൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം ഒന്ന് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് എടുത്തിട്ട് നമ്മുടെ ക്യാൻവാസിൻ്റെ ഈ ഒരു ഭാഗം തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കുക കേട്ടോ. ഞാൻ തയ്ച്ചു കൊണ്ടുവന്നു. ഇനി തയ്ച്ചു കൊണ്ടുവന്നിട്ട് ഈ ഒരു ഭാഗം, ഈ ഒരു തുണി വെച്ചിട്ട് നമ്മൾ ആ തുണിയിൽ ഈ കാണുന്ന ഭാഗത്തോടെയാണ് നമ്മൾ തയ്ച്ചു കൊണ്ടുവരേണ്ടത് കേട്ടോ. ഈ ഒരു തുണിയിൽ നമ്മൾ തയ്ച്ചു കൊണ്ടുവരിക. അപ്പോൾ തയ്ച്ചു കൊണ്ടുവന്നു. ഞാൻ തയ്ച്ചു കൊണ്ടുവന്നുണ്ട് കേട്ടോ. അരികു ചേർത്ത് തയ്ച്ചു കൊണ്ടുവന്നുണ്ട്. ഇനി നമ്മുടെ അടിയിലത്തെ തുണിയിൽ നമ്മളിതാ ഒരു തുണി, അതിൽ ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ എക്സ്ട്രാ അടയാളപ്പെടുത്തണം. അവിടെ കണ്ടില്ലേ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ഞാനത് മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഈ ഒരു ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ വീഡിയോയിൽ പറയേണ്ടിട്ട്, എല്ലാ വീഡിയോസിലും പറയേണ്ട. അപ്പോൾ അത് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അത് സംശയം ഉണ്ടെങ്കിൽ അത് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ഭാഗം. എന്നിട്ട് നമുക്ക് തിരിച്ചെടുക്കണ്ടേ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് തിരിച്ചെടുക്കണം. അതാ തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് കോളറിൻ്റെ ആ ഒരു ഷേപ്പ് വരും. ഇനി നമ്മളതൊന്ന് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഇതായിട്ട് തന്നെ വരും. ഇതിപ്പോൾ അത്ര കട്ടിയുള്ള തുണിയല്ല, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വരുള്ളൂ. നല്ല ഫിനിഷിങ് ആയിരിക്കുന്ന തുണികളുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുള്ളൂ. അപ്പോൾ ഞാനൊന്ന് അയൺ ചെയ്ത് കൊണ്ടുവരാം. ഇനി അതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അടിയിൽ നമ്മൾ ഒരു 1/2 ഇഞ്ച് കൂടുതലിട്ടില്ലേ, അതിങ്ങനെ ആക്കിയിട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ആ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് വരച്ചു കൊടുക്കണം. അതൊരു ഗൈഡ് ലൈനാണ് കേട്ടോ. ഞാൻ മൊത്തമായിട്ട് ചുറ്റും ഇതുപോലെ വരച്ചു കൊടുത്തിരിക്കുകയാണ്. നമ്മൾ തയ്ക്കുമ്പോൾ ആ തയ്പ്പാണ് ഉപയോഗിക്കണം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഇത് മനസ്സിലായില്ലെങ്കിൽ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ഇതാണ് കോളറിൻ്റെ ബാക്ക് ഭാഗം. അപ്പോൾ ബാക്ക് പുറത്താണ് നമ്മൾ ഈ ഒരു ആ വളച്ച് വെട്ടിയ ഭാഗം വെച്ചിട്ട് സെൻറ്ററോട് സെൻറ്റർ നമ്മുടെ കുർത്തിയുടെ സെൻറ്ററും അതുപോലെ തന്നെ കോളറിൻ്റെ സെൻറ്ററും ഒരുമിച്ച് വെച്ചിട്ട് പിന്നോട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഫ്രണ്ടിലാണല്ലോ വരിക. അപ്പോൾ ഇതുപോലെ സെൻറ്ററുകൾ ഒരുമിച്ച് വെച്ച് നമ്മൾ ആ ഒരു ലൈനിൽ ഉള്ളിക്കൂടെ ഒരു ലൈൻ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, അതിലേ കൂടെ മാത്രം തയ്ച്ചെടുക്കുക കേട്ടോ. ആ ഒരു ലൈൻ മാത്രം നമ്മൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ വരച്ചിട്ടെന്ന് പറഞ്ഞത്. ആ ഒരു ലൈനിൽ കൂടെ വരച്ചാൽ മാത്രമേ തയ്ച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ. തയ്ച്ച് ഞാൻ ഇതുപോലെ തയ്ച്ച് 1/2 ഇഞ്ചാണ് നമ്മൾ എടുത്തിരുന്നത്. ആ ഒരു ലെവലിൽ തയ്ച്ച് പിൻകുത്തി കൊണ്ടുവന്നേക്കാണ് അറ്റം വരെ ഞാൻ തയ്ച്ചു കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ തയ്ച്ചിട്ട് ഞാൻ പിൻകുത്തി തയ്ച്ചു കൊണ്ടുവന്ന് അത് ഉള്ളിലേക്ക് വെച്ച് തയ്ച്ചിട്ടുണ്ട്. ഇത് സ്പീഡിൽ പറഞ്ഞു പോയതാട്ടോ. കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് വെച്ച് അത് തയ്ച്ച് അതിൻ്റെ ബാക്കിൽ ഒരു ഹുക്ക് ഇതുപോലെ കൊടുത്തു കേട്ടോ. നമുക്കിങ്ങനെ മതി. അപ്പോൾ ബാക്ക് ഓപ്പൺ ആയല്ലോ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ അപ്പോൾ ആ ഡിസൈനൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടില്ലേ, ഇത് കണ്ടില്ലേ. ഇനി നമ്മുടെ സ്ലീവ് കണ്ടില്ലേ, ഞാൻ സ്ലീവ് ഇതുപോലെ ഞാൻ ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത് കേട്ടോ. ഇപ്പോൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ചെയ്യാം കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ചെയ്യണ്ട. ക്രോസ് പീസ് വെച്ചത് ഉള്ളിലേക്ക് മടക്കി വെച്ച് നമ്മൾ തയ്ക്കില്ലേ സാധാരണ ക്രോസ് പീസ് വെച്ചിട്ട്, അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എളുപ്പമാണ്. ഇതിപ്പോൾ അറിയാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ ഞാൻ സ്ലിറ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്ലിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ലൈനോ എന്ത് വേണമെങ്കിൽ ചെയ്യാം, നിങ്ങളുടെ ഓരോ ഐഡിയ പോലെ. ഞാനിത് പെട്ടെന്ന് ചെയ്ത് എടുത്താണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഡിസൈനാണ്. അപ്പോൾ കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്